ഏത് പദ്ധതിക്കും ഒരു ബി പ്ലാൻ കൂടിയുള്ളത് നല്ലതാണ്. കോൺഗ്രസ് ഇപ്പോൾ എ പ്ലാനിൽ തന്നെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയിൽ കുറഞ്ഞ ഒരു പരിപാടിക്കും കോൺഗ്രസ് തയ്യാറല്ല. അവിടെ ആകെയുള്ള കൺഫ്യൂഷൻ ആരാകണമെന്നുള്ളതാണ്. ഇതിന് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയത് 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഭരണം പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പണ്ട് ഗാന്ധിജി പറഞ്ഞത് ഇവിടെ സംഭവിക്കും. കോൺഗ്രസിനെ ഒന്നുകൂടി പിരിച്ചുവിടേണ്ടി വരും. അഥവാ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാറായി ഒരാൾ അങ്ങ് ഡൽഹിയിൽ ഇരിപ്പുണ്ട്, ഇന്ദ്രപ്രസ്ഥത്തിൽ. അവിടെ ഈ ഇരിപ്പ് എത്ര വർഷം ഇരുന്നാലും കേന്ദ്രത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന് അയാൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് വി ഡി സതീശനുമായി ഒരു കരാറുണ്ടാക്കി. 5 വർഷം സതീശൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കുക, 26 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തനിക്ക് മാറിത്തരിക. സതീശനും സമ്മതം. എണ്ണയെങ്കിൽ എണ്ണ, അത്രയുമായല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറിക്കൊടുക്കുമ്പോൾ ഒരു കാരണം വേണം. അതിനാണ് സതീശൻ ഇപ്പോൾ 100 സീറ്റിൽ കുറഞ്ഞാൽ വനവാസമെന്ന് ആവർത്തിക്കുന്നത്. എന്തൊക്കെ ചെയ്താലും 100 സീറ്റ് കിട്ടുകയില്ലെന്ന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് താൻ സ്ഥാനത്യാഗം ചെയ്തുവെന്ന് പറഞ്ഞ് നല്ല വെള്ളച്ചമയം. സതീശനെ ധനകാര്യമന്ത്രിയാക്കി പ്രശ്നം അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും കുറച്ച സീറ്റായി ഇരിക്കൂർ ഇതിനു വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. അതായത് ഡൽഹിയിൽ നിന്ന് നൂലിൽ കെട്ടിയിറങ്ങുന്ന നേതാവിനെ നിയമസഭയിൽ എത്തിക്കാൻ ഏറ്റവും ഉറച്ച സീറ്റ് എന്ന നിലയിലാണ് ഇരിക്കൂർ കാണുന്നത്. കേരളത്തിൽ നിന്നും പറ്റിയില്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് ഒഴിവ് വരുന്ന രാജ്യസഭയിലേക്ക് ഇരിക്കൂറിലെ MLA കയറ്റുമതി ചെയ്യുകയും ചെയ്യാം. പക്ഷേ സാധാരണക്കാരുടെ സംശയം അതല്ല. ഏതൊരു കാര്യത്തിനും ഒരു ബി പ്ലാൻ വേണമല്ലോ. അപ്പോൾ ആദ്യം പ്രതിപക്ഷ നേതാവിനെ ഒന്ന് തിരഞ്ഞെടുത്തിട്ട് പോരെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ. അവിടെയാണ് കാര്യങ്ങൾ അടിമുടി മാറുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് എങ്ങാനും ലീഗ് അർഹരായി വന്നാൽ കോൺഗ്രസ് എന്ത് ചെയ്യും? ഇനി മുഖ്യമന്ത്രിയെ തന്നെയാണെങ്കിലും ഇപ്പോഴേ ഒന്ന് തിരഞ്ഞെടുത്ത് വെക്കുന്നതാണ് ബുദ്ധി. കാര്യങ്ങളെല്ലാം ഇപ്പോഴേ ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ 4-ാം തീയതി വൈകുന്നേരം തല്ലുമാല നടത്തേണ്ട കാര്യം വരുന്നില്ലല്ലോ. എന്ത് സംഭവിക്കാവുന്ന നാടാണിത്. ജനങ്ങൾക്ക് കോൺഗ്രസിനെ ഭരണമേൽപ്പിക്കണമെന്നുണ്ട്. പക്ഷേ അത് കേൾക്കാൻ തയ്യാറല്ലാത്ത കണ്ണുകെട്ടി സ്വഭാവമാണ് കോൺഗ്രസ് കാണിച്ചത്. പണ്ട് പരമശിവന്റെ ഭക്തനായ ഒരു സാധാരണ കൂലിപ്പണിക്കാരനുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ അതിദാരിദ്ര്യവും. ഒരിക്കൽ പാർവതി പരമശിവനോട് ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ ഭക്തനാണ് ഇയാൾ, എന്നിട്ടും അയാൾ ഇങ്ങനെ ദാരിദ്ര്യത്തിൽ കഴിയുന്നത് എന്തിനാണ്? അവന് കൊടുത്താലും ഇരിക്കില്ലെന്നാണ് പരമശിവൻ പറഞ്ഞ മറുപടി. സ്ത്രീ സഹജമായ പരിഭവത്തോടെ പാർവതി വീണ്ടും ചോദിച്ചു, നിങ്ങൾ കൊടുത്തു നോക്കിയിട്ടുണ്ടോ? ഏതായാലും ഇയാൾക്കൊന്നും കൊടുക്കാത്തതിൻ്റെ പേരിൽ വീട്ടിൽ കലഹമായി. അന്ന് വൈകിട്ട് കുടുംബസമാധാനത്തിന് വേണ്ടി പരമശിവൻ ഒരു കുടം സ്വർണം ഇയാൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. സ്വർണം ഇയാൾ നടന്നു വരുന്ന വഴിയിൽ കൊണ്ടുവച്ചു. നമ്മൾ ഇന്ന് കാണുന്ന രാജവീതികളൊന്നുമല്ല, വെറും 3 അടി വീതിയുള്ള നടവഴി. ഒരു ഉദാഹരണം പറഞ്ഞാൽ കേശവദാസപുരത്ത് നിന്ന് PMGയിലേക്കുള്ള വഴിയാണെന്ന് കരുതുക. പട്ടത്തുള്ള സെൻറ് മേരി സ്കൂളിന് മുന്നിലാണ് സ്വർണ്ണക്കുടം പരമശിവൻ കൊണ്ടുവച്ചിരിക്കുന്നത്. ഏതാണ്ട് നമ്മുടെ പട്ട ഗേൾസ് സ്കൂളിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ പാവം കൂലിപ്പണിക്കാരന് ഒരു സംശയം, അന്ധന്മാർക്ക് നടക്കുവാൻ സാധിക്കുമോ എന്ന്. ഒന്ന് പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. കണ്ണടച്ചു പിടിച്ച് നടത്തം ആരംഭിച്ചു. സ്വർണ്ണക്കുടത്തിൻ്റെ മുകളിലൂടെ കണ്ണു അടച്ചു പിടിച്ച് കവച്ചു വെച്ച് മുന്നോട്ട് നടന്നു. കേശവദാസപുരത്ത് എത്തിയപ്പോൾ ആ പാവം മനുഷ്യന് ബോധ്യമായി അന്ധന്മാർക്കും നടക്കാമെന്ന്. പരമശിവൻ പാർവതിയോട് ചോദിച്ചു, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെയും അവസ്ഥ. തമ്മിൽ തല്ലും പരസ്പരം പാരയുമായി നടന്ന കോൺഗ്രസിന് കയ്യിലുള്ള മുഴുവൻ സീറ്റും കാത്തു സൂക്ഷിക്കുവാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. ഭരണം കിട്ടണമെങ്കിൽ 30 സീറ്റ് പുതുതായി പിടിക്കുകയും വേണം. അതായത് ഒരു ജില്ലയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 2 സീറ്റ് വീതം പുതുതായി പിടിക്കണം. കയ്യിലുള്ളതൊന്നും നഷ്ടപ്പെടാനും പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർ സ്വപ്നം കാണുന്ന വിജയം 4-ാം തീയതി രാവിലെ 8 മണി വരെ കാണുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് കടന്നാൽ ഇപ്പോഴേ അഭിനന്ദനങ്ങൾ.